ഭാഗവതാമൃതം ജീവാമൃതം ശ്രീഭാഗവതാമൃതം ജീവാമൃതം ശ്രീവിഷ്ണു ഭഗവാന്റെ ചരിതാമൃതം വേദവ്യാസൻ മൊഴിഞ്ഞ വചനാമൃതം വേദവ്യാസൻ മൊഴിഞ്ഞ വചനാമൃതം ഭാഗവതാമൃതം ജീവാമൃതം ശ്രീഭാഗവതാമൃതം ജീവാമൃതം നാരായണ നമ നാരായണ ഹരി നാമം പരബ്രഹ്മജ്ഞാനാമൃതം നാരായണ നമ നാരായണ ഹരി നാമം പരബ്രഹ്മജ്ഞാനാമൃതം ഹരിനാമ സങ്കീർത്തനം പാടി ലോകത്തിൽ ഹരിയുടെ കരുണ കഥ പറയാം വൈഷ്ണവ വൈഭവ കഥ പറയാം ശ്രീകൃഷ്ണ കൃപാവര കഥ പറയാം വൈഷ്ണവ വൈഭവ കഥ പറയാം ശ്രീകൃഷ്ണ കൃപാവര കഥ പറയാം ഭാഗവതാമൃതം ജീവാമൃതം ശ്രീ ഭാഗവതാമൃതം ജീവാമൃതം പാലാഴിയിൽ പള്ളികൊള്ളുന്ന ഭഗവാന്റെ ലീലാവിലാസങ്ങളാണീ കഥ പാലാഴിയിൽ പള്ളികൊള്ളുന്ന ഭഗവാന്റെ ലീലാവിലാസങ്ങളാണീ കഥ പാഞ്ചജന്യം മുഴക്കി ഗീതാമൃതം പൊഴിച്ച കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ പങ്കജനാഭ മുകുന്ദ ഹരേ വൃന്ദാവന ഗോവിന്ദ ഹരേ പങ്കജനാഭ മുകുന്ദ ഹരേ വൃന്ദാവന ഗോവിന്ദ ഹരേ ഭാഗവതാമൃതം ജീവാമൃതം ശ്രീഭാഗവതാമൃതം ജീവാമൃതം ശ്രീവിഷ്ണു ഭഗവാന്റെ ചരിതാമൃതം വേദവ്യാസൻ മൊഴിഞ്ഞ വചനാമൃതം ഭാഗവതാമൃതം ജീവാമൃതം വേദസാരാമൃതം ഭാഗവതാമൃതം നാരായണ 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 ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ. നമോസ്ത്വനന്ദായ സഹസ്രമൂർത്തയേ സഹസ്രപാദാക്ഷിശിരോരുബാഹവേ സഹസ്രനാമ്നേ പുരുഷായ ശാശ്വതേ സഹസ്രകോടിയുഗധാരിണേ നമഃ. നിഗമകൽപ്പതരോർഗളിതം ഫലം ശുഗമുഖാദമൃതദ്രവസംയുതം
പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ത്വൽഭക്തിസ്തു കഥാരസാമൃതചരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമലപ്രബോധപദവീം അക്ലേശദസ്തന്വദീ സദ്യസിദ്ധികരീ ജയത്यै വിഭോ സൈവാസ്തു മേ ത്വൽപദപ്രേമ പ്രൗഢിരസാർദ്രതാ ദ്രുതതരം വാദാലയാധീശ്വരാ. ത്വൽപദപ്രേമ പ്രൗഢി രസാർദ്രതാ ദ്രുതതരം വാദാലയാധീശ്വരാ. കൈരണ്ടും കൂപ്പി ഞാൻ വീണ്ടുമീരക്കുന്നു നീരജലോചന നിന്നോടായി ഏതീനോ മന്യനെ കുമ്പിടേണ്ടാത്തോരു രീതിയിൽ നീ എന്നെ പാലിക്കുന്നായി. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ധന്യാത്മാക്കളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവത മഹാത്മ്യം 2-ാം അധ്യായത്തിൻ്റെ
അവസാന ഭാഗമാണ് ഇന്ന് അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വൃന്ദാവനത്തിലെ തളർന്നു വീണ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ പുഷ്ടിപ്പെടുത്തുവാനായിക്കൊണ്ട് ശ്രീനാരദ മഹർഷി തൻ്റെ തപശക്തിയുടെ ഫലമായി ഉൾക്കൊണ്ട അശരീരിയിലെ സന്ദേശം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ബദരിയാശ്രമത്തിലെത്തി അവിടെ വെച്ച് സനകാദി ഋഷീശ്വരന്മാരുമായി സംഭാഷണം ചെയ്യുന്ന രംഗത്തിൽ 2-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം. ഇദം ഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം ഭക്തിജ്ഞാനവിരാഗാണാം സ്ഥാപനായ പ്രകാശിതം വേദാന്തവേദസുസ്നാദേ ഗീതായ അപി കർത്തരി പരിതാപവതി വ്യാസേ മുഹ്യത്യജ്ഞാനസാഗരേ തദാ ത്വയാ പുരാ പ്രോക്തം ചതുശ്ലോകസമന്വിതം തദീയശ്രവണാൽ സദ്യോ നിർബാധോ ബാദരായണഃ തത്ര തേ വിസ്മയക്കേന യത് പ്രശ്നകരോ ഭവാൻ ശ്രീമദ്ഭാഗവതം ശ്രാവ്യം ശോകദുഃഖവിനാശനം. നാരദ ഉവാച യൽ ദർശനം ച വിനിഹന്ത്യശുഭാനി സദ്യ ശ്രേയസ്തനോതി ഭവദുഃഖദവാർദിതാനാം നിശേഷ ശേഷമുഖഗീതകഥൈകപാനാഃ പ്രേമ പ്രകാശഹൃദയേ ശരണം ഗതോസ്മി. ഭാഗ്യോദയേന ബഹുജന്മസമാർജിതേന സത്സംഗമം ച ലഭതേ പുരുഷോ യദാ വൈ അജ്ഞാനഹേതുകൃതമോഹമഹാന്ധകാരനാശം വിധായ ഹി തദോദയതേ വിവേകഃ. ഭാഗ്യോദയേന ബഹുജന്മസമാർജിതേന സത്സംഗമം ച ലഭതേ പുരുഷോ യദാ വൈ അജ്ഞാനഹേതുകൃതമോഹ മഹാന്ധകാരനാശം വിധായ ഹി തദോദയതേ വിവേക. ശ്രീകൃഷ്ണായ നമോ നമഃ. ഓം തത്സലിതി. ശ്രീപത്മപുരാണേ ഉത്തരഖണ്ഡേ ശ്രീമദ്ഭാഗവത മാഹാത്മ്യേ കുമാരനാരദ സംവാദോ നാമ ദ്വിതീയോധ്യായ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അനേകകാലത്തെ നിരന്തരമായ പരിശ്രമം കൊണ്ട് മാത്രമേ സത്സംഗം ലഭിക്കുകയുള്ളൂ. ഭാഗ്യോദയേന ബഹുജന്മസമാർജിതേന അനേക ജന്മങ്ങളിൽ ശ്രദ്ധാപൂർവം അനുഷ്ഠിക്കുന്ന സൽക്കർമ്മങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ, ഒരു ജന്മത്തിൽ ഒരു മനുഷ്യനായിട്ട് പിറന്നു കഴിഞ്ഞാൽ
ചെയ്യാൻ സാധിക്കുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സൽക്കർമ്മങ്ങൾ അങ്ങനെ പല പലതുണ്ട്. ദാനങ്ങൾ, യജ്ഞങ്ങൾ, നാമജപങ്ങൾ, പൂജകൾ, ആരാധനകൾ, പ്രാർത്ഥനകൾ, നമസ്കാരം, പ്രദക്ഷിണം, ഇതിലൊക്കെ ഉപരിയായിട്ട് തീർത്ഥാടനം, പുണ്യസ്ഥലങ്ങളിൽ, പുണ്യ തീർത്ഥങ്ങളിലൊക്കെ ഉള്ള സാന്നിധ്യത്തെ അനുഭവിച്ചറിയാൻ വേണ്ടി അതാതിടങ്ങളിൽ യാത്ര ചെയ്യുക, സദ്വിചാരത്തോടുകൂടി ജീവിക്കുക. ഇങ്ങനെ അനേകമനേകം സൽക്കർമ്മങ്ങൾ ഒരു മനുഷ്യ ജന്മത്തിൽ അനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമല്ല, ഇവിടെ പറഞ്ഞിട്ട് അനേക ജന്മങ്ങളിൽ അങ്ങനെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ച് വന്ന് ഒടുവിൽ അതിൻ്റെ ഫലങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂടിയിട്ട് അത് ഭാഗ്യമായിട്ട് എപ്പോഴാണോ ഫലത്തെ കൊടുക്കുവാൻ തയ്യാറായിട്ട് നിൽക്കുന്നത്. കാരണം അങ്ങനെയാണല്ലോ, ഒരു വൃക്ഷം അനേക കാലം അതിൻ്റെ പ്രയത്നം ചെയ്ത് വളവും വെള്ളവുമൊക്കെ ശേഖരിച്ച് അത് വളർന്നു വലുതായി അതിൻ്റെ പരിപക്വതയിലേക്ക് എത്തുന്ന സമയത്താണ് അത് ഫലം തരുന്നത്. ഇതുപോലെ നമ്മുടെ സൽക്കർമ്മങ്ങളുടെ മുഴുവൻ ഫലം ഏതൊരു സമയത്താണോ ഭാഗ്യം കൊണ്ട് ഒരാൾക്ക് വന്നു ചേരുന്നത്, കിട്ടുക കൂടി വേണം, ഉണ്ടായത് കൊണ്ട് മാത്രം കാര്യമില്ല. അങ്ങനെ ആ പാകം വന്ന് അത് ഫലത്തെ കൊടുക്കുവാൻ പാകം വന്ന് തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു സന്ദർഭം വരുമ്പോൾ മാത്രമാണ് മനുഷ്യന് സജ്ജന സംസർഗം ലഭ്യമാകുന്നത്. സംശയമില്ല, സത്സംഗം അത്രയും ശ്രേഷ്ഠമാണ്. സജ്ജന സംസർഗം താനേ ജയിക്കുന്നു, ദുർജന ഗർജനം മങ്ങിയിടുന്നു. ഈ ദുഃഖമാകുന്ന അന്ധകാരത്തിൽ പെടുമ്പോൾ ആത്മജ്ഞാനമാകുന്ന സൂര്യൻ ഉദിക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞു തന്നത്. അതായത് ഭാഗ്യം കൊണ്ട് വിവേകമാകുന്ന ആത്മജ്ഞാനമാകുന്ന സൂര്യൻ ഉദിക്കുന്ന ഒരു സമയം വരും. ആ സമയത്ത് നമ്മുടെ അജ്ഞാനം നീങ്ങും. അങ്ങനെ ഒരു അവസരം ഇവിടെ കൈവന്നിരിക്കുന്നു. ശ്രീനാരദ മഹർഷി ഇവിടെ വെച്ച് ബദരി ആശ്രമത്തിൽ വെച്ച് സനകാദി ഋഷീശ്വരന്മാരോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. ജ്ഞാനയജ്ഞം കരിഷ്യാമി ശുഖശാസ്ത്രകഥോജ്വലം ഭക്തിജ്ഞാനവിരാഗാണാം സ്ഥാപനാർത്ഥം പ്രയത്നതാ. ഭക്തിയുടെ കഷ്ടനിവർത്തിക്ക് വേണ്ടി നാരദ മഹർഷി ഒരു ഭാഗവത സപ്താഹ യജ്ഞം നടത്തുവാൻ വേണ്ടി തയ്യാറാകുന്നു. അവിടെ വെച്ചിട്ട് ഈ ഭക്തിയെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഭാഗവത സപ്താഹ യജ്ഞമായിരുന്നു ഇത്. ഭക്തി, ജ്ഞാനം, വൈരാഗ്യം ഇവയുടെ സുഖസ്ഥാപനത്തിന് വേണ്ടിയിട്ട്, സുഖമായിട്ട് അവരെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട്, ഇപ്പോഴുള്ള പ്രയാസങ്ങളൊക്കെ ഇല്ലാതാക്കി. ഇപ്പോഴും ഭക്തിയുടെ അവസ്ഥ നമുക്ക് മനസ്സിലായി. വൃന്ദാവനത്തിൽ ഉണർന്നിരിക്കുകയാണ് ഭക്തി എങ്കിലും രണ്ട് കുട്ടികൾ ജ്ഞാനവും വൈരാഗ്യവും വൃദ്ധന്മാരെ പോലെ ജരാനര ബാധിച്ച് തളർന്നു കിടക്കുന്ന അവസ്ഥയിലാണുള്ളത്. ആ അവസ്ഥയിലാണ് ഭക്തിയെ സമാധാനിപ്പിച്ച് ജ്ഞാനവൈരാഗ്യങ്ങളെ അവിടെ തന്നെ ഇരുത്തിയിട്ട് നാരദ മഹർഷി പഠിച്ച പണികൾ പലതും നോക്കിയിട്ടും പല മന്ത്രങ്ങൾ ഉപദേശിച്ചിട്ടും നേരെയാകാത്ത സന്ദർഭത്തിലാണ് സൽക്കർമ്മ സൂചകമായിട്ടുള്ള ആ സൽക്കർമ്മത്തിൻ്റെ യഥാർത്ഥ രൂപം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ബദരി ആശ്രമ സമീപത്തേക്ക് വന്നത്. ഇവിടെ വെച്ചാണ് നാരദ മഹർഷി സനകാദികളെ കാണുന്നത്. സനകാദികളുമായിട്ട് സംഭാഷണങ്ങൾ ചെയ്തതൊക്കെയാണ് ഇപ്പോഴും അനുസ്മരിച്ചത്. ഇപ്പോഴ് ആ സൽക്കർമ്മ സൂചകം മുനി അരുളി ചെയ്ത ശുഗബ്രഹ്മർഷി അരുളി ചെയ്ത ഭക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും സുഖസ്ഥാപനത്തിന് വേണ്ടി അവയെ പുഷ്ടിപ്പെടുത്തുന്നതിന് ചെയ്ത ആ കഥയാൽ പ്രകാശിക്കുന്ന ഒരു ജ്ഞാനയജ്ഞം, അതാണ് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം അല്ലെങ്കിൽ ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞം. അത് സൽക്കർമ്മ സൂചകോ, സൽക്കർമ്മ സൂചകം. ഇപ്പോൾ ആ അശരീരിയിൽ നാരദ മഹർഷി വൃന്ദാവനത്തിൽ വെച്ച് കേട്ട സൽക്കർമ്മം ഇതാണ് എന്ന് ഉറപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ വേദാന്ത വിചാരവും ജ്ഞാനയജ്ഞം തന്നെയാണ് എങ്കിലും അതിനേക്കാളൊക്കെ സാരമേറിയതാണ് ഈ ഭാഗവത ശാസ്ത്ര കഥാ നിരൂപണം. ശുഖശാസ്ത്രകഥോജ്വലം,
അതുകൊണ്ട് ജ്ഞാനയജ്ഞങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠമായ ജ്ഞാനയജ്ഞം, ഏറ്റവും ഉന്നതമായി നിൽക്കുന്ന ജ്ഞാനയജ്ഞം, പെട്ടെന്ന് തന്നെ ഫലത്തെ നമുക്ക് പ്രദാനം ചെയ്യുന്ന ജ്ഞാനയജ്ഞം ഈ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞമാണ് എന്ന് നാരദ മഹർഷി ബോധ്യപ്പെട്ട് അവിടെ ശുഖശാസ്ത്ര കഥോജ്വലം എന്നിവിടെ ഉറപ്പിച്ചു പറയുകയാണ്. അങ്ങനെയുള്ള ജ്ഞാനയജ്ഞത്തെ കുറിച്ച് നാരദ മഹർഷി സനകാദികളോട് ചോദിക്കുകയാണ്. ഇവിടെ ആ മഹത്തായ ജ്ഞാനയജ്ഞം, അങ്ങിപ്പോഴും സൂചിപ്പിച്ച ആ മഹത്തായ ജ്ഞാനയജ്ഞമില്ലേ, അത് നടത്താൻ പറ്റിയ ഒരു സ്ഥലം എവിടെയാണ്, എവിടെ വെച്ചിട്ടാണ് നടത്താൻ സമുചിതമായ സ്ഥാനം ഏതാണ് എന്ന് ചോദിക്കുന്നു. പിന്നീട് ശ്രീമദ് ഭാഗവതീ കഥ, ഈ ശ്രീമദ് ഭാഗവത കഥ കോവിധിസ്തത്ര കർത്തവ്യോ മമേദം ബ്രുവദാമിത, അത് എങ്ങനെയാണ് നമ്മൾ തുടങ്ങേണ്ടത്, അല്ലെ എങ്ങനെയാണ് അവസാനിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് അത് നടത്തേണ്ടത്, അതിന് വേണ്ടുന്ന വ്രതാനുഷ്ഠാനങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള അനേകം ചോദ്യങ്ങൾ ഇവിടെ ശുഖബ്രഹ്മഋഷി ഉപദേശിച്ച ഭാഗവതത്തിന്റെ മഹത്വം തന്നെയാണ് പറയുന്നത്. അത് സനകാദികളോട് നാരദ മഹർഷി ചോദിക്കുന്നു. ഈ സമയത്ത് സനകാദി ഋഷീശ്വരന്മാർ മനസ്സിനെ വേണ്ടതുപോലെ ആ ഭഗവാനിൽ ലയിപ്പിച്ച് ഹരിശരണം എന്നുള്ള മന്ത്രം ജപിച്ച് അവിടെ സനകാദികൾ ഇനി പറഞ്ഞു കൊടുക്കുകയാണ്, നാരദ മഹർഷിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഭാഗവതത്തിൻ്റെ മഹാത്മ്യം, അല്ലെങ്കിൽ ഭാഗവത സപ്താഹ യജ്ഞത്തെക്കുറിച്ച് നാരദ മഹർഷിക്ക് സനകാദികൾ പറഞ്ഞു കൊടുക്കുന്ന ഭാഗം. ശൃണു നാരദ വക്ഷ്യാമോ വിനമ്രായ വിവേകിനെ ഗംഗാദ്വാര സമീപേതു തടം ആനന്ദനാമകം നാനാ ഋഷിഗണൈർജുഷ്ടം സർവസിദ്ധ നിഷേവിതം നാനാതരുലതാകീർണം നവകോമളവാലുകം. ആ സ്ഥലത്തിന്റെ മഹാത്മ്യമാണ് ആദ്യം പറഞ്ഞു കൊടുത്തത്. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ സ്ഥലം നന്നാവണം. ഒരു പൂജ ചെയ്യുന്നതായാലും പ്രാർത്ഥന ചെയ്യുന്നതായാലും മറ്റുള്ള എന്തെങ്കിലും ഒരു വിശേഷപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം സ്ഥലം പരിശുദ്ധീകരിക്കുകയാണ്. അപ്പോൾ എന്ത് കർമ്മങ്ങളൊക്കെ, ദൈവികമായ കർമ്മങ്ങൾ, ഈശ്വരമായ കർമ്മങ്ങൾ, ക്ഷേത്രത്തിൽ ഉൾപ്പെടെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആദ്യം തന്നെ സ്ഥലം ശുദ്ധി ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ശുദ്ധിയുള്ള സ്ഥലത്ത് വെച്ചിട്ട്, പരിശുദ്ധമായിട്ടുള്ള പരിപാവനമായ സ്ഥലത്ത് വെച്ച് കാര്യങ്ങൾ നടത്തുമ്പോൾ അത് എത്രയോ ഇരട്ടി ഫലമുണ്ടാകും. അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിശുദ്ധി വല്ലതും നഷ്ടപ്പെട്ട സ്ഥലമാണെങ്കിൽ, കുറഞ്ഞിട്ടുള്ള സ്ഥലമാണെങ്കിൽ പോലും ഇത്തരം സൽക്കർമ്മങ്ങൾ കൊണ്ട് അവിടെ ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യും. ഈ രണ്ട് കാര്യങ്ങൾ ഇവിടെ ഭാഗവത മഹാത്മ്യത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഇതിന് പറ്റിയ ഒരു സ്ഥാനം, ആ സ്ഥാനം നല്ലതാവണം, സ്ഥലം നല്ലതാവണം. അതിന് പറ്റിയ ഒരു സ്ഥലമുള്ളത് ഇവിടെ ഹരിദ്വാരം എന്ന് പറയും. ഹരിദ്വാർ, ഗംഗാദ്വാരമാണ് ഏറ്റവും നല്ല സ്ഥലം. ഇതിപ്പം വളരെ ഉയരത്തിലാണുള്ളത്, ഈ ബദരി ആശ്രമം. അവിടെ നിന്ന് എത്രയോ യോജന താഴോട്ട് വന്നു കഴിഞ്ഞാലാണ് ഹരിദ്വാറിലെത്തുക. നമുക്ക് അവിടത്തേക്ക് പോകാം. അവിടെ ആനന്ദം എന്നു പേരായ ഒരു തടമുണ്ട്, തീർത്ഥമുണ്ട്. ദേവന്മാർ, സിദ്ധന്മാർ എന്നിവരൊക്കെ അവിടെ വന്ന് എപ്പോഴും സേവിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അതിമനോഹരമായ സ്ഥലമാണ്. ജനബാധ പൊതുവെ, അതായത് ജനങ്ങൾക്ക് വല്ലാത്ത ദോഷം ഉണ്ടാക്കുന്ന തരത്തിലുള്ള സംഭാഷണാദികളോ മറ്റൊന്നും അവിടെ ഇല്ലാത്ത സ്ഥലമാണ്. ജനബാഹുല്യം ഇല്ലാത്ത സ്ഥലമാണ്. ഇതൊക്കെ അന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയായിട്ട് പറഞ്ഞതാണ്. എല്ലാം കൊണ്ടും ഈ ഹരിദ്വാർ എന്ന് പറയുന്ന, ഹരിദ്വാരം എന്ന് പറയുന്ന ഈ പുണ്യഭൂമിയിലേക്ക്, ഹരിയുടെ കവാടം, ഹരിയുടെ ഭൂമിയിലേക്ക്, ഹിമാലയം ഹരിയുടെ ഭൂമിയായിട്ട് ഇവിടെ സങ്കല്പിച്ചിരിക്കുന്നു. ആ ഹരിയുടെ ഭൂമിയിലേക്കുള്ള കവാടം കൂടിയാണ് ഇവിടെ. ഈ ബദരി ആശ്രമത്തിലേക്ക് പോകാനുള്ള ഹരിയുടെ ആ ദിവ്യസന്നിധിയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഈ കവാടത്തിലൂടെയാണ് കടക്കേണ്ടത്. അങ്ങനെയുള്ള ഈ ഹരിദ്വാറിൽ വെച്ച് ഭാഗവത സപ്താഹ യജ്ഞം നമുക്ക് നടത്താം എന്ന് പറയുന്നു. അവിടെ വസിക്കുന്ന ഓരോ ജീവിയുടെ മനസ്സിലും ശത്രുതയില്ല, വിരോധമില്ല. എല്ലാവർക്കും സുഖവും ആനന്ദവും സമാധാനവും ശാന്തിയും ഉണ്ടാവണമെന്നാണ് അവിടെയുള്ള ജീവജാലങ്ങൾ പോലും പ്രാർത്ഥിക്കുന്നത്. അത്രയും വിശേഷപ്പെട്ട പുണ്യഭൂമിയിലാണ് നമ്മൾ ഈ സൽക്കർമ്മം ചെയ്യേണ്ടത്. അതുകൊണ്ട് അവിടെ വെച്ച് നമുക്ക് ഈ ഭാഗവത സപ്താഹ യജ്ഞം നടത്താം. അവിടെ അധികം പ്രയത്നം ആവശ്യമില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ അധികം പ്രയത്നത്തിൻ്റെ ആവശ്യമില്ല.
അല്ലാതെ തന്നെ ആ ചൈതന്യം നമുക്ക് വേണ്ടതുപോലെ ഏറ്റെടുക്കാൻ സാധിക്കുമെന്ന് സനകാദി ഋഷീശ്വരന്മാർ ഈ പുണ്യഭൂമിയുടെ മഹത്വത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇനി ബാക്കിയുള്ള ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞ് ഒരു ഭാഗവത സപ്താഹ യജ്ഞം ഹരിദ്വാറിൽ വെച്ച് നടത്തുന്ന രംഗങ്ങളിലേക്കാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ എത്തിച്ചേരുന്നത്. നമുക്ക് വേണ്ടതുപോലെ ആസ്വദിക്കാൻ ഇടവരട്ടെ. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹീം മഹീശാഃ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം ലോകാ സമസ്താഃ സുഖിനോ ഭവന്തു. ചരണനദജനഭരണതവകഥകളിന്നു ഞാൻ ചെറ്റൂപിഴച്ചുര ചെയ്തു പോയെങ്കിലും തവ മനസി സകലമതു കൃപയൊടു പൊറുത്തുമാം ത്വൽഭക്തനാകാനനുഗ്രഹിക്കേണമേ. കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാപരാധം വിഹിതമവിഹിതം വാ സർവമേതൽ ക്ഷമസ്വ. ജയ ജയ കരുണാബ്ധേ ശ്രീമഹാദേവ ശംഭോ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്കാരം. ഭാഗവതാമൃതം